ഉത്തർപ്രദേശിലെ ലളിത്പൂരിൽ നവജാത ശിശുവിന്റെ മൃതദേഹം തെരുവ് നായകൾ ഭക്ഷിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. കാഴ്ച കണ്ടവർ തെരുവ് നായകളെ ഓടിച്ചപ്പോഴേക്കും ശരീരം ഭാഗികമായി നായകൾ ഭക്ഷിച്ചിരുന്നു. ചൊവ്വാഴ്ച ലളിത്പൂർ മെഡിക്കൽ കോളേജിലായിരുന്നു സംഭവം. അതേസമയം നവജാത ശിശുവിന്റെ മൃതദേഹം തെരുവ് നായകൾ ഭക്ഷിച്ച സംഭവത്തിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. കുടുംബത്തിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമായതെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. ഫെബ്രുവരി 9-നാണ് ലളിത്പൂർ മെഡിക്കൽ കോളേജിലെ ജില്ലാ വനിതാ ആശുപത്രിയിൽ കുട്ടി ജനിച്ചത്. ആവശ്യമായ ശരീരഭാരം ഇല്ലാതിരുന്ന കുട്ടിയെ അസുഖങ്ങൾ കാരണം സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിലേക്ക് മാറ്റിയിരുന്നു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നും ഡോക്ടർ വ്യക്തമാക്കി. ജന്മനാ വൈകല്യങ്ങളോടെയാണ് കുട്ടി ജനിച്ചതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ മീനാക്ഷി സിംഗ് പറഞ്ഞു. കുട്ടിയുടെ തല ശരിയായി വികസിച്ചിരുന്നില്ല, നട്ടെല്ലും ഉണ്ടായിരുന്നില്ല. 1.3 കിലോഗ്രാം മാത്രമായിരുന്നു ഭാരം. SNCUവിലേക്ക് മാറ്റുമ്പോൾ ജീവൻ ഉണ്ടായിരുന്ന കുട്ടി അന്ന് വൈകുന്നേരത്തോടെ മരിച്ചു. മൃതശരീരം കുട്ടിയുടെ ബന്ധുക്കൾക്ക് കൈമാറിയെന്നും കുട്ടിയുടെ അമ്മായി മൃതശരീരം ഒപ്പിട്ട് വാങ്ങിയതിന്റെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഡോക്ടർ പറയുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മൃതശരീരം തെരുവ് നായകൾ ഭക്ഷിച്ചെന്ന വിവരം ആശുപത്രി അധികൃതർ അറിയുന്നത്. കുട്ടിയുടെ തലയില്ലാത്ത ശരീരം മാത്രമാണ് ബാക്കിയായത്. കുട്ടിയുടെ ബന്ധുക്കൾ ശരീരം ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി വലിച്ചെറിയുകയായിരുന്നെന്ന് അധികൃതർ ആരോപിക്കുന്നു. ആശുപത്രിയുടെ ടാഗ് ഉണ്ടായിരുന്നതിനാലാണ് കുഞ്ഞിനെ തിരിച്ചറിയാനായതെന്നും അവർ വ്യക്തമാക്കി. ആശുപത്രി പരിസരത്ത് നടന്ന സംഭവത്തിൽ ഇപ്പോഴും ആളുകൾ വലിയ ഞെട്ടലിലുമാണ്.